ഗ്രീൻ ഓട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്ഥിരം ചെയ്യാറുള്ള നമ്മുടെ മദീന വെന്നിയൂരിൽ നിന്ന് താന്നൂർ പോകുന്ന റൂട്ടിൽ മദീന ഓട്ടോ കൺസൾട്ടൻസിയിൽ നിന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ഒരു അനുഭവം കൂടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പുതിയ ബ്രാഞ്ച് ഇവിടെ തുറന്നിട്ടുണ്ട്. വെന്നിയൂരിൽ നിന്ന് കോട്ടകൽ പോകുന്ന വഴി മോഡേൺ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത്. ഫേമസ് വാട്ടർ സർവീസ് തൊട്ടടുത്തുണ്ട്. ഒരു ലാൻഡ്മാർക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഒരു ഷോറൂമിനേക്കാളും അത്യാവശ്യം നല്ല വിപുലമായ രീതിയിലാണ് ഈ ഒരു ഷോറൂം സെറ്റാക്കിയിട്ടുള്ളത്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമുക്ക് ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നിലവിൽ ഒരുപാട് വണ്ടികൾ ഇന്ന് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുതിയൊരു ഷോറൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് നേരെ പോകാം. ഓരോ വണ്ടികളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വണ്ടിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ അസ്കർക്ക കൂടെ ഉണ്ട്. അസ്കർക്ക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അസ്കർക്ക നമ്മളെ ഫസ്റ്റ് വണ്ടിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് തന്നെ. ഇത് നമ്മളെ മഹീന്ദ്രന്റെ അൽഫ 2011 മോഡലാണ്. ഓക്കെ, ഇത് പുതിയ വർക്ക് എടുത്താ നമ്മളെ തിരൂര് രജിസ്ട്രേഷൻ തന്നെയാണ്. തിരൂർ രജിസ്ട്രേഷൻ ആണ്. പിന്നെ ഫുള്ള് പുതിയ വർക്കാ. പുതിയ വർക്ക് ബോഡി പുതിയതാണ്. അതേപോലെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ പുതിയ എടുത്തിട്ട് 5 വർഷത്തെ പേപ്പർ റണ്ണിങ്ങിലാണ്. നിലവിൽ 5 വർഷത്തെ പേപ്പറൊക്കെ റെഡിയാക്കി നമുക്ക് കൊടുക്കാം. അപ്പൊ അത് കംപ്ലീറ്റ് പണി കഴിച്ച് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. ഫുള്ള് പാച്ച് വർക്ക്, പെയിന്റിങ്, വുഡ് വർക്കുകളൊക്കെ ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ആരെങ്കിലും പ്രൈവറ്റ് വണ്ടിയിൽ വലിയൊരു വണ്ടി നോക്കി നടക്കുന്നവർക്കുണ്ടെങ്കിൽ നല്ലൊരു പുതിയ ബോഡി ആയിട്ടാണ്. പുതിയ ബോഡിയാണ് അല്ലേ? പുതിയ ബാറ്ററി, പുതിയ ബോഡി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് 5 കൊല്ലത്തിന് ഈ സൈഡ് വണ്ടി നമുക്ക് നോക്കിയാൽ വേണ്ട, മെക്കാനിക്കൽ സൈഡ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ പ്രൈവറ്റ് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കിക്കോളാം. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഫുൾ വർക്ക് ആയതുകൊണ്ട് ഒരു 1.30 ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. മാത്രമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അടവ് കിട്ടുമോ? ഫിനാൻസ് ഒരു പകുതി പൈസ മലപ്പുറം ജില്ലന്റെ പരിധിയിലാണ് ഫിനാൻസ് വരിക. അടുത്തോ നമുക്കൊരു പ്രൈവറ്റ് വണ്ടി തന്നെ അല്ലേ? ഇത് നമ്മളെ ബജാജിന്റെ കുട്ടി ഡീസൽ, ബജാജ് റീ. ഇത് 2013 മോഡലാണ്. 2013. അതെ, പുതിയ വർക്കാണ്. പുതിയ വർക്ക്, ബോഡി, കമ്പി എല്ലാം പൊളിച്ചെറിയൊക്കെ പുതിയതാ. ഇത് നമുക്ക് എത്ര വരെ? ഇത് നമുക്ക് പേപ്പർ 2028 വരെ എല്ലാം ഉണ്ട്. പ്രൈവറ്റ് ആയതുകൊണ്ട് 28 വരെ ഉണ്ടാവും. 15 വർഷമാണ് വരിക. ഫുള്ള് ഫിറ്റിംഗ്സ് ഒക്കെ എല്ലാം ഫിറ്റിംഗ് കാര്യങ്ങൾ, പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ പുതിയതാണ്. നല്ല വർക്ക്, പുതിയ വർക്ക് 10-40 റുപ്യന്റെ വർക്ക് ഇപ്പൊ എടുത്തതാണ്. നമുക്കറിയാം, കാരണം ബോഡി ഇറക്കി പണിയെടുപ്പിക്കണമെങ്കിൽ നമുക്കറിയാം എത്രത്തോളം ഏകദേശം വരുന്നുള്ളത്. ഇതില് ഇതേ മോഡൽ തന്നെ ആണെങ്കിൽ 80-90 റുപ്യന്റെ വണ്ടികളുണ്ട്. ഇത് നമുക്കൊരു 1.25 ഫൈനൽ റേറ്റ് വരും. 1.25 ലാസ്റ്റിൽ കൊടുക്കല്ലേ? 2013. 95 റുപ്യന്റെ ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ആ റേറ്റ് പണിയെടുത്ത വണ്ടി ആയതുകൊണ്ടാണ്. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. വണ്ടി കണ്ടാൽ തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട്. ഫുള്ള് ടയർ ഭാഗങ്ങളെല്ലാം ക്ലിയർ. നമ്മുടെ ഇതൊക്കെ റീസോൾ അല്ലേ? ഫുള്ള് നല്ല കട്ടുള്ള ടയർ തന്നെയാണ്, യൂസ് ചെയ്യാത്ത ടയർ തന്നെയാണ്. അപ്പോ നമ്മൾ എത്രയാണ് ചോദിക്കണേ? 1.25 ഫൈനൽ. 25 ഫൈനൽ. അടവ് കിട്ടുമോ? അടവ് പകുതി പൈസ കൊടുക്കും. പകുതി പൈസ അടവും കിട്ടുന്ന പ്രൈവറ്റ് വണ്ടിയാണ് ബജാജിന്റെ കുട്ടി ഡീസൽ. 2028 വരെ പേപ്പർ ഉണ്ട്. ഈ അടവിന്റെ നമ്മൾ കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ മലപ്പുറം ജില്ലന്റെ പരിധിപ്പെട്ട സ്ഥലങ്ങളിലേ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ മോഡൽ കൂടിയ വണ്ടികൾക്ക് മാത്രമാണ് മറ്റു ജില്ലകൾക്ക് കൊടുക്കുള്ളൂ. പഴയ വണ്ടികൾക്ക് നമ്മുടെ മലപ്പുറം ജില്ലേന്റെ ഉള്ളിൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്ന നോട്ട് ചെയ്തോളാം. പുറത്തുള്ള വണ്ടികളാണെങ്കിൽ, അല്ല പുതിയ വണ്ടികൾക്ക് പുറത്തുള്ള 19 മോഡലിന് മുകളിലാണ് ശ്രീരാമിന്റെ ലോൺ ചെയ്തിട്ട് എവിടെ ഏത് ജില്ലയിലും കൊടുക്കാൻ പറ്റും. ടാക്സി വണ്ടി നോക്കുന്നവർക്കുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് ഒന്ന് പറഞ്ഞോട്ട് തന്നെ. ഇത് 2017 മോഡല് ആപ്പേ സിറ്റി, പിയാജിയോ ആപ്പേ സിറ്റി ആണ്. ടാക്സി വണ്ടിയാണ്. നമ്മുടെ നാട്ടുകാരൻ തന്നെ അല്ലേ? KL65 സിംഗിൾ ഓണർ വണ്ടിയാണ്. 2017. ഇത് പേപ്പറൊക്കെ അടുത്ത 2017 ഫെബ്രുവരി വരെ എല്ലാ പേപ്പറും റെഡിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കംപ്ലീറ്റ് പണികളൊക്കെ എല്ലാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വർക്കാണ്, ക്വാളിറ്റി ഉള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മള് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ഒരു 1.28, 1,30,000 നമ്മൾ ചോദിക്കുന്ന വില. ഇതിൽ അതിന് കുറവ് എന്തെങ്കിലും ഉണ്ടാവോ? ചെറിയതായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായാലും റേറ്റ് പറഞ്ഞാല് നിങ്ങൾ എടുക്കാൻ തന്നെ വരുന്നതാണെങ്കിൽ എന്തായാലും നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസും കൊടുക്കുന്നത് കൈവൽക്കണം. എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വണ്ടി നോക്കിയിട്ട് അതിനനുസരിച്ച് റേറ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ എടുത്ത് ഇതിന് അടവ് കിട്ടുമല്ലോ അല്ലേ? നമുക്ക് അടുത്തൊരു പ്രൈവറ്റ് വണ്ടി കാണുന്നുണ്ട്. ഇത് ഏതാ മോഡല്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 2015 ആപ്പേ സിറ്റി പ്രൈവറ്റ് വണ്ടിയാണ്. 2030 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. അപ്പൊ ഒരു 4 വർഷം 4 വർഷം പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് നമുക്ക് പുതിയത് അടച്ചു കൊടുക്കാം. ഇൻഷുറൻസ് പുതിയ എടുത്ത് കിട്ടും. ആപ്പേ സിറ്റി ചെറിയ വണ്ടി, ബജാജുമായി തന്നെ ചെറിയ വണ്ടി. പ്ലാറ്റ്ഫോം ഒക്കെ നല്ല വൃത്തിയുണ്ട്. കാണിച്ചു കൊടുത്തോ. പ്ലാറ്റ്ഫോം ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പുതിയ പ്ലാറ്റ്ഫോം അല്ലേ? ഫ്രണ്ട് വർക്ക് നമ്മളെ കണ്ണൂർ മോഡലൊരു വർക്കാണ്. നല്ല വണ്ടിയാണ്. നമ്മുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ണൂർ സൈഡാണ്, നമ്മളെ ഇവിടുത്തതല്ല. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. പാച്ച് വർക്കൊക്കെ കഴിച്ച് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്.
ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 1.5 കൊടുക്കാം. 1,05,000 നമുക്ക് മുറിക്കാം അല്ലേ? അതെ. ഓക്കെ, അപ്പോ ഇൻഷുറൻസ് നമുക്ക് അതിൽ അടിച്ചു കൊടുക്കാം. അതിൽ കൊടുക്കാം. പേപ്പറൊക്കെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിനും നമുക്ക് പകുതി അടവ് വരുന്ന വണ്ടിയല്ലേ?